ഹരികുമാർ സർ, നമസ്കാരം. നമസ്തേ. ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ കുറച്ച് നാളുകളായിട്ട് ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിം നടന്നു വരികയാണ്. ചൈനയുടെ പല ചാരപ്രവർത്തികളെയും ഇന്ത്യ തടയുന്ന സാഹചര്യവും രൂപപ്പെടുന്നു. എങ്ങനെയാണ് ഇത്തരത്തിൽ ചൈനയുടെ പല, അതായത് റിസർച്ച് വെസൽ ഉപയോഗിച്ചും സാറ്റലൈറ്റ് ഉപഗ്രഹങ്ങൾ വഴിയൊക്കെ ഇന്ത്യ മിസൈൽ വിക്ഷേപിക്കുന്നതിന് ചൈന പല രീതിയിൽ ഡാറ്റാസൊക്കെ ചോർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനെ ഇന്ത്യ മറികടക്കുന്ന സാഹചര്യവും രൂപപ്പെടുന്നുണ്ട്. അങ്ങനെയാണല്ലോ K4 എന്ന് പറയുന്ന മിസൈല് ഡിസംബർ 25 ചൈന പോലും അറിയാതെ ഇന്ത്യക്ക് വിക്ഷേപിക്കാൻ പറ്റിയത്. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ എങ്ങനെയാണ് ഇന്ത്യക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഈ ഗൗതം പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ച് നാളുകളായി, ഒരു 1-2 വർഷങ്ങൾ കൊണ്ട് ഇപ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിൽ ഒരു കണ്ണുകെട്ടിക്കളിയാണ്. കള്ളനും പോലീസും പോലാണ്. നിനക്ക് പറ്റാമെങ്കിൽ നീ പിടിക്കുക എന്ന് ഇന്ത്യ പറയുന്നു, ഞാൻ നിന്നെ പിടിക്കും എന്ന് ചൈനയും പറയുന്നു. ഏറ്റവും ഒടുവിൽ ഈ ഒരു കള്ളനും പോലീസും കളിയിൽ നടന്നത് ഇന്ത്യയുടെ K4 മിസൈൽ വിക്ഷേപണത്തോടനുബന്ധിച്ചാണ്. ഇത് K4 മിസൈൽ വളരെ തന്ത്രപ്രധാനമായ ഒരു മിസൈലാണെന്ന് നമുക്കറിയാം. അത് അണ്വായുധം വഹിക്കുന്ന 2.5 ടൺ ശേഷിയുള്ള ഒരു അണ്വായുധം വഹിക്കാൻ സാധിക്കുന്ന അന്തർവാഹിനിയിൽ നിന്നും, അതായത് അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനിയിൽ നിന്നും വിക്ഷേപിക്കുന്ന ഒരു മിസൈലാണ്. അങ്ങനെയുള്ള ആ മിസൈലിൻ്റെ പരീക്ഷണം ഈ ഡിസംബർ ആദ്യവാരമാണ് ഇന്ത്യ നോട്ടാം കൊടുത്തിരുന്നത്, അതായത് നോട്ട് ടു എയർമെൻ. സാധാരണഗതിയിൽ ഒരു മിസൈൽ വിക്ഷേപണത്തിന് മുമ്പ് അതുവഴി പറക്കുന്ന വ്യോമ പൈലറ്റുമാർക്കും അതുപോലെ തന്നെ മറ്റ് ഹെലികോപ്റ്റർ അങ്ങനെ ഉൾപ്പെടെയുള്ള യാനങ്ങളുടെ പൈലറ്റുമാർക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ് ഈ നോട്ടാം. അപ്പോൾ ഈ നോട്ടാം ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടൻ ചൈന ഇന്ത്യയുടെ സമുദ്രാതിർത്തിയോട് ചേർന്ന്, അതിന് തൊട്ട് പുറത്ത് തന്നെ, അകത്തോട്ട് കയറുന്നില്ല, പക്ഷേ പല ഭാഗങ്ങളിലായിട്ട് ഇത്തവണ 1-2 അല്ല, സാധാരണ 2 എണ്ണമൊക്കെയാണ്. 2 നിരീക്ഷണ കപ്പലാണ്. അവർ റിസർച്ച് വെസൽ എന്നാണ് പറയുന്നത്, പക്ഷേ ചാരക്കപ്പലാണ്. സർവൈലൻസ് ട്രാക്കിംഗ് ഷിപ്പുകളാണ്. അത് ഇപ്രാവശ്യം 5 എണ്ണത്തിനെയാണ് അത് നിയോഗിച്ചത്. അങ്ങനെ 5 കപ്പലുകൾ. ഈ 5 കപ്പലുകളിൽ 2-3 എണ്ണം ബംഗാൾ ഉൾക്കടലിലെ, മറ്റ് 2 എണ്ണം അതിന് പുറത്ത്, ബംഗാൾ ഉൾക്കടലിന് പുറത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ, ഇതെല്ലാമായിട്ട് പല കോണുകളിലായിട്ട് ഈ കപ്പലൊക്കെ തയ്യാറാക്കി നിർത്തി. പെട്ടെന്ന് ഇന്ത്യ വീണ്ടും ഈ ഡേറ്റ് വീണ്ടും മാറ്റി. അതായത് ഇന്ത്യ പ്രാഥമികമായിട്ട് ഇതിനകത്തിൽ ചെയ്തത് ഈ ഓവർലാപ്പ് ചെയ്യുന്ന, അതായത് പിന്നെ ആദ്യത്തെ ഡേറ്റ് ഇത് 2-3 ദിവസത്തെ, ഒരു 5-ാം തീയതി തൊട്ട് 7-ാം തീയതി വരെ, ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ, ഇന്ന സ്ഥലം തൊട്ട് ഇന്ന സ്ഥലം വരെ, ഇങ്ങനെയാണ് ഈ നോട്ടാം വരുന്നത്. അപ്പോൾ ഈ നോട്ടാം ഇപ്പം 2 സ്ഥലത്ത് ഒരേ സമയം ഇന്ത്യ നോട്ടാം പ്രഖ്യാപിക്കും, 2 കോർഡിനേറ്റ് വെച്ചിട്ട്. അങ്ങനെ നോട്ടാം പ്രഖ്യാപിക്കുമ്പോൾ ഇത് എവിടെയാണ് നടക്കുന്നതെന്ന് ചൈനയ്ക്ക് അറിഞ്ഞില്ല. അപ്പോൾ ചൈന 2ഇടത്തും ശ്രദ്ധിക്കാം. ചോദിച്ചോ എന്തെങ്കിലും? ഇല്ല, ഇങ്ങനെ, അതായത് സാറ് പറഞ്ഞ പോലെ നവംബർ തൊട്ട് പല രീതിയിലുള്ള നോട്ടാം, കുറേ അധികം നോട്ടാം പ്രഖ്യാപിച്ചു. ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? അല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഈ ഇപ്പം ഇന്ന ദിവസം, ഇപ്പം നവംബർ 25 തൊട്ട് 27 വരെ നോട്ടാം പ്രഖ്യാപിച്ചു. അപ്പോൾ ഇന്ന് പരീക്ഷണം നടക്കുമെന്ന് വിചാരിച്ച് ചൈനയുടെ കപ്പലുകൾ തയ്യാറായിട്ട് സജ്ജമായിട്ട് കിടന്നു. പക്ഷെ അന്ന് നടക്കുന്നില്ല. അത് ഡിസംബർ 2 തൊട്ട് 3-4 വരെയാക്കി. അന്നൊന്നും നടക്കുന്നില്ല. ഇത് ഇവരെ ആകെ അങ്ങ് വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആണ്. അതായത് അവരുടെ ശ്രദ്ധ ഇതിനിടയ്ക്ക് തെറ്റും. പിന്നെ ഈ പറയുന്ന സ്ഥലമായിരിക്കത്തില്ല രണ്ടാമത് വെക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് കപ്പൽ വീണ്ടും മാറ്റേണ്ടത്. ആദ്യം ഒരു പെർട്ടിക്കുലർ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് വെച്ചിട്ട് ഒരു കോർഡിനേറ്റ് കൊടുത്തിട്ട് ഒരു സ്ഥലമായിരിക്കും പറയും. പിന്നീട് അടുത്ത ദിവസം അത് കുറച്ച് മാറ്റും. 3-ാമത്തെ ദിവസം 2 സ്ഥലത്ത് ഒരേ സമയം പറയും. അപ്പോൾ ഇതിൽ ഏത് സ്ഥലത്താണ് ഇത് ഓവർലാപ്പ് ചെയ്യും. അതായത് ഇതിൻ്റെ 2 നോട്ടാമുകൾ ഒരേ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഏരിയയിൽ വരുന്ന രീതിയിൽ ഓവർലാപ്പ് ചെയ്ത് കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ ഇത് ചൈനക്കാർക്ക് ക്ഷമ നഷ്ടപ്പെടും, അക്ഷമരാണ്. അവരുടെ ശ്രദ്ധ ഒരു സൈഡിൽ അവർക്ക് നഷ്ടപ്പെടും. ഇനി വേറൊരു കാര്യം ചെയ്യും ചൈന. മറ്റൊരു രീതിയിൽ ചെയ്യുന്നത് ഉപഗ്രഹം വഴി ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് സാധാരണ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അതായത് ലോ എർത്ത് ഓർബിറ്റിലുള്ള സാറ്റലൈറ്റുകളാണ്. ഇതിന് സൺ സിങ്ക്രോണസ് സാറ്റലൈറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഇത് ഭൂമിയിൽ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് അത് വരുത്തില്ല. ദിവസത്തിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് കൊച്ചിയുടെ നഗരത്തിൻ്റെ മേൽ ഇന്ത്യയുടെ ഒരു സാറ്റലൈറ്റ് വരുന്നത് ഏത് സമയമാണ്? ഇപ്പോൾ എല്ലാ ദിവസവും
വൈകിട്ട് ഒരു 6 മണി തൊട്ട് 8 മണി വരെയുള്ള സമയത്തായിരിക്കും ഈ സാറ്റലൈറ്റ് കൊച്ചി നഗരത്തിന് കൃത്യമായിട്ട് മുകളിൽ വരികയും കൊച്ചി നഗരത്തെ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആ സമയം അവിടെ ഒരു പരീക്ഷണം നടത്തിയാൽ കൃത്യമായിട്ട് ആ ഉപഗ്രഹത്തിന് അതിൻ്റെ ഫോട്ടോയും മറ്റു കാര്യങ്ങളും എല്ലാം അതിന് വിശദമായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് സാധിക്കാതിരിക്കാൻ ചെയ്യുന്ന ചൈനയുടെ എത്ര സാറ്റലൈറ്റുകളാണ് ഈ പ്രദേശത്തിന് മുകളിലൂടെ പോകുന്നതെന്ന് നമ്മൾ ട്രാക്ക് ചെയ്യും. ഇത് ഏതൊക്കെ സമയത്താണ് കൃത്യമായിട്ടും ഈ സമുദ്രത്തിൻ്റെ നമ്മളുടെ ഈ പരീക്ഷണം നടക്കുന്ന പെർട്ടിക്കുലർ ലൊക്കേഷൻ്റെ മുകളിൽ എത്തുന്നതെന്ന് നമ്മൾ ട്രാക്ക് ചെയ്യും. എന്നിട്ട് ആ സമയം മാറ്റിയിട്ട് നമ്മൾ ടെസ്റ്റ് നടത്തും. അപ്പോൾ ഇപ്രാവശ്യം നടത്തിയത് അങ്ങനെയാണ്. അപ്പോൾ എന്തിനാണിത്, അതോടെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് സംസാരിക്കാം. അതായത് എന്താണ് ഈ പിന്നെ റിസർച്ച് കപ്പലുകൾ, അതായത് ചാരക്കപ്പലുകളും അതുപോലെ നിരീക്ഷണ ഉപഗ്രഹങ്ങളും ഒക്കെ എന്താണ് ചെയ്യുന്നത്? 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അത് റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ടെലിമെട്രി എന്ന് പറയാം. അതായത് ഒരു മിസൈലിൻ്റെ ട്രാജക്ടറി, അതിൻ്റെ പാത്ത് എങ്ങനെയാണ്, ആ മിസൈൽ വിക്ഷേപിക്കുമ്പോൾ ഏത് രീതിയിലാണ് അത് പോകുന്നത്, അത് ട്രാക്ക് ചെയ്യും. അതിനാണ് ടെലിമെട്രി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അതിൻ്റെ സ്പ്ലാഷ് ഡൗൺ സോൺ ഏതാണെന്ന് നോക്കുക. അതായത് ഏത് സ്ഥലത്താണ് ഇത് ആകാശത്തിൽ നിന്ന് വന്ന് സമുദ്രത്തിൽ പതിക്കുന്നത് എന്ന് നോക്കുക. അപ്പോൾ അത് കൃത്യമായിട്ട് എത്ര ദൂരം സഞ്ചരിച്ചു ആ മിസൈൽ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മിസൈലുകളൊന്നും തന്നെ അതിൻ്റെ പൂർണ്ണ ദൂരം സഞ്ചരിക്കില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ 10,000 കിലോമീറ്റർ ദൂരപരിധിയിൽ ഉള്ള ഒരു മിസൈലിനെ ഈ 10,000 കിലോമീറ്ററും അതിനെ ദൂരെ കൊണ്ട് വിക്ഷേപിക്കേണ്ട കാര്യമില്ല. അതിന് ലോഫ്റ്റഡ് ലോഞ്ച് എന്ന് പറഞ്ഞ് അത് ഉയരത്തിലേക്ക് വിട്ട്, ചരിച്ചിട്ട് ഉയരത്തിലേക്ക് വിട്ട് അതും താഴെ വീഴുന്ന സ്ഥലവുമായിട്ടുള്ള ഇതെല്ലാ ഘടകങ്ങളും കണക്കിലെടുത്ത് അവസാനം കൃത്യമായിട്ട് ഉപഗ്രഹത്തിൻ്റെ മിസൈലിൻ്റെ ദൂരശേഷി നമുക്ക് അളക്കാൻ പറ്റും. അപ്പം അത് മറ്റൊരു കാര്യം. പിന്നെ അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മിസൈലിൻ്റെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ, അക്കോസ്റ്റിക്സ് സിഗ്നേച്ചർ, ഹീറ്റ് സിഗ്നേച്ചർ, ഈ 3 ഘടകങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് ഇത് ഈ മിസൈല് പുറപ്പെടുവിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലുകളും ആ സിഗ്നലുകളെല്ലാം റെക്കോർഡ് ചെയ്യും. എന്നിട്ട് ഈ മിസൈലിനെ അത് തിരിച്ചറിയാൻ നമുക്ക് സഹായിക്കും. മാത്രമല്ല ഈ മിസൈലിൻ്റെ പ്രത്യേകതകളും ആ ഇലക്ട്രോണിക് സിഗ്നേച്ചറിൽ നിന്ന് നമുക്കറിയാം. രണ്ടാമത് അക്കോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ശബ്ദം. ആ ശബ്ദം മിസൈൽ പുറപ്പെടുവിക്കുന്ന പല ഭാഗത്തു നിന്നും പല കാരണങ്ങളാൽ മിസൈലിൽ നിന്ന് പുറത്തു വരുന്ന ശബ്ദങ്ങൾ മുഴുവൻ അനലൈസ് ചെയ്യും. അതാണ് മറ്റത്. പിന്നെ ഹീറ്റ് സിഗ്നേച്ചർ, മിസൈല് എത്രമാത്രം ഇൻഫ്രാറെഡോ അതുപോലുള്ള രശ്മികൾ അതിൽ നിന്ന് വരുന്നു, അതുപോലെ തന്നെ അതിൻ്റെ താപം ഏത് രീതിയിലാണ് താപം ജനറേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ട്രാക്ക് ചെയ്യുക. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിൽ ഇത് ഫീഡ് ചെയ്താൽ ആ പ്രതിരോധ സംവിധാനത്തിന് വളരെ കൃത്യമായിട്ട് ഈ മിസൈലിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി കൈവരികയാണ്. എന്തുകൊണ്ട് പൂർണ്ണമായിട്ടും ഈ മിസൈലിനെ ഇല്ലാതാക്കാൻ പറ്റും, ഈ ഡാറ്റ എല്ലാം കളക്ട് ചെയ്തല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു വലിയ പരിധിവരെ ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അടിസ്ഥാന വിവരങ്ങളാണിതെല്ലാം. അപ്പോൾ ഇത് കളക്ട് ചെയ്യാനാണ് ഈ റിസർച്ച് വെസലുകളും അതുപോലെ തന്നെ നിരീക്ഷണ ഉപഗ്രഹങ്ങളും എല്ലാം ശ്രമിച്ചത്. അപ്പോൾ നമ്മൾ ഇതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ഇവരുടെ പ്രത്യേകതകളും എല്ലാം നമ്മൾ ട്രാക്ക് ചെയ്യും. അതായത് ഈ നിരീക്ഷണ കപ്പലുകൾക്ക് എന്തെല്ലാം സംവിധാനങ്ങളാണുള്ളത്, ചൈനയുടെ ഉപഗ്രഹങ്ങൾ ഏതൊക്കെ സമയത്താണ് ഈ പർട്ടിക്കുലർ ലൊക്കേഷനിൽ വരുന്നത്, ഇതെല്ലാം കൃത്യമായിട്ട് ട്രാക്ക് ചെയ്തിട്ട് പണ്ട് 1998 നമ്മൾ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ അമേരിക്കൻ ഉപഗ്രഹങ്ങളുടെ കണ്ടുകിട്ടി. അതുപോലെ തന്നെ ഇപ്രാവശ്യവും ഇന്ത്യ പരീക്ഷണം ഡിസംബർ 25-നാണ് നമ്മൾ ഈ മിസൈൽ K5 മിസൈൽ വിക്ഷേപിച്ചത്. ആ വിക്ഷേപിക്കുന്ന ദിവസം വെളുപ്പിനെ ആരും അറിഞ്ഞില്ല യഥാർത്ഥത്തിൽ. അപ്പം നിങ്ങൾ ഇത്രയും ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ചോദിക്കാം, നിങ്ങളിപ്പോൾ വലിയ അവകാശവാദം പറയുന്നുണ്ടല്ലോ ചൈനയുടെ കണ്ണ് ഇന്ത്യ കെട്ടിയെന്ന്. നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാം? ചൈന അങ്ങ് നിന്ന് തരുമല്ലോ കണ്ണ് കെട്ടാനായിട്ട്, വാ എൻ്റെ കണ്ണ് കെട്ടിക്കൂ എന്നും പറഞ്ഞു. അപ്പം ഇത് ഇന്ത്യ ചുമ്മാതെ പറയുന്ന അവകാശവാദമായിരിക്കില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാകാം. അതിന് ഞാൻ കൃത്യമായിട്ട് മറുപടി പറയാം. കാരണം ചൈന കൃത്യമായി മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ വിവരം ആദ്യമായിട്ട് പുറത്തു വിടുന്നത് ചൈന ആയേനി. പക്ഷെ ചൈന അല്ല പുറത്തു വിട്ടത്, ഇത് ഇന്ത്യ തന്നെ പുറത്തു വിട്ടെങ്കിലും
ഇന്ത്യ അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്രാവശ്യം വളരെ കുറച്ച് വിശദാംശങ്ങളെ പുറത്തു വിട്ടിട്ടുണ്ട്. പക്ഷേ മിസൈൽ പരീക്ഷണം നടത്തിയെന്നും അത് പൂർണ്ണമായ വിജയമായിരുന്നെന്നും മാത്രം പറഞ്ഞു. അപ്പോൾ ചൈനീസ് മാധ്യമങ്ങളൊക്കെ ഇത് പിന്നീട് ഇന്ത്യ കൊടുത്ത വാർത്ത അതേപടി കോപ്പി ചെയ്താണ് ഇട്ടത്. ചൈനയുടെ കൈവശം വിവരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ചൈന നിശ്ചയമായിട്ടും ചൈനയുടെ പ്രതിരോധ മന്ത്രാലയം ഇതിലൊരു കമന്റ് പറഞ്ഞു. ഒന്നുകിൽ ഇത് ഈ പരീക്ഷണം പരാജയപ്പെട്ടു അങ്ങനെയൊക്കെ അവർ പറയും. പരീക്ഷണം വേണ്ടത്ര വിജയമായിരുന്നില്ല, പരാജയപ്പെട്ടെന്ന് പറയില്ല, വേണ്ടത്ര വിജയമായിരുന്നില്ല, ഭാഗികമായിട്ടേ വിജയമുള്ളൂ, അങ്ങനെയൊക്കെയുള്ള അധിക്ഷേപാർഹമായ കമന്റുകൾ അവർ പലപ്പോഴും പറയും. പക്ഷെ ഇപ്രാവശ്യം അവർക്കത് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യ വിവരം പുറത്തു വിട്ട ശേഷം ആ കമന്റ് പറഞ്ഞാൽ അവരെ ആരും വിശ്വസിക്കത്തില്ല. അപ്പോൾ പറയുന്നവർ കേൾക്കുന്നവർ പറയും ഇത് ഇന്ത്യ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പറയുക. അങ്ങനെ എന്തായാലും കണ്ണുകെട്ടി എന്നുള്ളത് ചൈനയ്ക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല എന്നുള്ള വസ്തുത കണക്കിലെടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞത് സത്യമാണ്. എന്തായാലും ശരി, ഈ ഒരു കള്ളനും പോലീസും കളി ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായിട്ട് നടക്കും. ഇതൊരു നാണക്കേടായിപ്പോയി ചൈനയ്ക്ക്. ചൈനയെ നാണം കെടുത്തി. അത് മറികടക്കാൻ അടുത്ത തവണയെങ്കിലും കൃത്യമായിട്ട് ഇത് നിരീക്ഷിക്കാൻ അവർ ശ്രമിക്കും. ഇപ്രാവശ്യം അവർക്ക് വന്ന പിഴവുകൾ എവിടാണെന്ന് അവർ പരിശോധിക്കും. അങ്ങനെ അവർ പരിശോധിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ അതിനെ മറികടക്കാൻ അടുത്ത തന്ത്രം നമ്മൾ തയ്യാറാക്കും. എന്തായാലും ഇതൊരു ബുദ്ധിയുടെ കളിയാണ്, ഇതൊരു ചെസ് മത്സരം പോലാണ്. ഏറ്റവും ബുദ്ധിയുള്ളവൻ ജയിക്കും. ഹിന്ദിയിൽ പറയുന്ന പോലെ ജോ ജീത പോയി സിക്കന്ദർ. അതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം.